കടലിൽ പ്രകാശിക്കുന്ന ലെബനനിലെ ഭീമൻ ജപമാല. രാത്രികാലത്ത് കടലിൽ പ്രകാശിച്ചു നിൽക്കുന്ന കൂറ്റൻ ജപമാലയാണ് ലെബനനിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലെബനനിലെ കടലിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ജപമാല കണ്ടത്. ആദ്യം അത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. പിന്നീടാണത് ജപമാലയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു അത്ഭുത കാഴ്ച എന്നതിലുപരി അനേകർക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനുള്ള പ്രചോദനമാണ് ഇതിൽ നിന്നും ലഭിച്ചത്. കടലിൽ പ്രത്യക്ഷപ്പെട്ട ഈ ജപമാലയെ പറ്റിയുള്ള വാർത്തകൾ അവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്തയായി. നീന്തൽ പരിശീലകനായ ജോ അബ്ദേൽ സാറ്ററാണ് കടലിലെ ഈ ഫ്ലോട്ടിംഗ് ജപമാലയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മെയ് മാസത്തിൽ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിൽ നിന്നാണ് ഈ ജപമാലയുടെ ആശയം സാറ്ററിന്റെ മനസ്സിലുദിച്ചത്. തന്റെ ഇടവക വികാരിയുടെ അടുത്ത് ആശയം അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയായിരുന്നു തുടർ പ്രവർത്തനങ്ങൾ. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ജപമാലയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഏകദേശം 330 അടി നീളമുള്ള ജപമാലയുടെ ജപമണികൾ നിലവാരമുള്ള പ്ലാസ്റ്റിക് കൊണ്ടും കുരിശ് വലിയ മരം ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭീമാകാരൻ ജപമാലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റുകൾ രാത്രിയിൽ തെളിയുമ്പോൾ അത് ആരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചയായി മാറുകയാണ്. അതോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം ലഭിക്കുന്നുണ്ടെന്നും അനേകർ പറയുന്നു.